അജയൻ്റെ രണ്ടാമോഷണം റിലീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ സമയത്ത് മാർക്കോന്റെ റിലീസിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ സിനിമകൾ എങ്ങനെ കേരളത്തിന് പുറത്തേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഞാൻ പറയുന്നത് മാസങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ഏറെ പണ്ടിട്ട് എന്നെ ആദ്യം വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരാൾ ഉണ്ണിയാണ്. അതല്ലാതെയും ഇപ്പോൾ മാർക്ക് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. രാത്രി 1 മണി വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പം ഇന്നും കൂടെ വൈകുന്നേരം കുറച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. ഉണ്ണി ഈ പടത്തിൻ്റെ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഇപ്പം ഞാൻ മാർക്കോൻ്റെ തലേ ദിവസം ഞാൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് പോസ്റ്റ് ഇടയ്ക്കും രാവിലെ തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ച് ഓൾ ദി ബെസ്റ്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഉണ്ണി എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇന്നത്തെ റിലീസിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ എന്താ പറയുക, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിയുടെ ആസ്പിറേഷൻസും ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്നതാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട്. ഒരുപക്ഷെ മറ്റാരും ഇവിടെ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഔട്ട് ഓഫ് കേരള ഒരു സിനിമയും കൊണ്ട് ട്രാവൽ ചെയ്യാനും അച്ചീവ് ചെയ്യാനായിട്ടും ഉണ്ണിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആസ് എ ഫ്രണ്ട് ഞാൻ വളരെ പ്രൗഡാണ്. അതേപോലത്തെ ക്യാരക്ടറൊക്കെ ടോവിനോന്ന് പ്രതീക്ഷിക്കാമോ? ചോരയിൽ കുടിച്ച ടോവിനൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചോരയിൽ കുളിച്ചതാണ്. പക്ഷെ അത്ര നല്ല റെസ്പോൺസ് അല്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ അത് OTT വന്നതാണ്, കേരളത്തിന് പുറത്തുനിന്നാണ് കടക്കി നല്ല റെസ്പോൺസ് കിട്ടിയത്. അന്ന് കുറച്ച് ചോരയിൽ കുളിച്ചതാണ്. ഇനി കുളിക്കണമെങ്കിൽ കുളിക്കാം. അതിന്റെ കഥാപാത്രങ്ങൾ അങ്ങനത്തെ വരുമ്പോഴാണ്, സിനിമകൾ അങ്ങനത്തെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. സിനിമയാണ് അതിന്റെ ടെക്നിക്കലിയും അതിന്റെ പെർഫോമൻസസും അതൊക്കെ കൊണ്ടാണ് ആ വയലൻസ് ബിലീവബിൾ ആയിട്ട് തോന്നിയത്. അല്ലാതെ വയലൻസ് ഇറ്റ്സെൽഫ് അല്ല ആ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ആ സിനിമ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അത് നല്ലതായതുകൊണ്ടാണ് അത് വിജയിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വയലൻസ് സിനിമയിൽ ഒന്നും നമ്മൾ ഈ കാണുന്നതൊന്നും ശരിക്കും നടക്കുന്നതല്ലല്ലോ. ഇതൊക്കെ മേക്ക് ബിലീഫാണ്. ആ മേക്ക് ബിലീഫിൽ അത്രയും വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏത് ഇമോഷൻ ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് ആൾക്കാരെ അത് വിശ്വസിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുപോലെ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.